ഇത് കയറ്റിയാൽ മതി. അങ്ങനെ പിന്നെ നാടൻ ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. മസാല ബാബു ബാബു ലോറ. ദിൽഷാന്റെ സ്വന്തം സ്കൈലാർക്കിലെത്തിയിട്ടുണ്ട്. റെനുവിന്റെ ട്രിപ്പാട്ടോ, വ്ളോഗാണ്. സെറ്റ് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യട്ടെ. ഇതിൽ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നല്ലൊരു അടിപൊളി വെജ് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ദോശ ഉണ്ട്, പുട്ടുണ്ട്, ഉപ്പുമാവുണ്ട്, അതുപോലെ പൂരി ഉണ്ട്. പൂരി എടുത്തിട്ടില്ല കേട്ടോ. ഓക്കെ, കഴിക്കട്ടെ. ചെറുപയർ കറി, സാമ്പാർ, ചട്നിയൊക്കെ ഉണ്ട് കേട്ടോ. സ്കൈലാർക്ക് റെസ്റ്റോറൻറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ താമരശ്ശേരി ചുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലാട്ടോ. ബാബു സെറ്റല്ലേ? ബ്ലോക്ക് ഉണ്ടാവോ? ബാബു ബ്ലോക്ക് ഉണ്ടാവോ? ചുരം കയറുമ്പോൾ തന്നെ ഒരുപാട് റിസോർട്ടുകളുടെ ഫ്ലക്സ് ഇങ്ങനെ കാണാം കേട്ടോ. ഞങ്ങളൊക്കെ അടിപൊളി ഒരു റിസോർട്ടിലേക്കാണ് പോകുന്നത് നമ്മുടെ ഗസ്റ്റിനെ കൊണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് റിസോർട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടാവും. അതിന് മുമ്പ് ഞങ്ങൾ ഫസ്റ്റ് പൂക്കോട്ടിലേക്കൊന്ന് കവർ ചെയ്യണമെന്നുണ്ട്. കയറുമ്പോൾ നമ്മൾ റോങ് സൈഡ് കയറുന്ന ഏരിയകളാണ്. ഈ ബെൻഡ് എത്തുമ്പോഴൊക്കെ നമ്മൾ വലിയ വാഹനങ്ങളൊക്കെ റോങ് സൈഡ് കയറുന്നുണ്ട്. ചെറു വാഹനങ്ങൾക്ക് അറിയുന്നില്ല. ഓപ്പോസിറ്റ് നമ്മൾ നേരെ മുമ്പിലോട്ട് പിടിക്കും എന്താ റോങ് സൈഡ് കയറിയെന്ന് വെച്ചിട്ട്. അപ്പോൾ വലിയ വാഹനങ്ങളാകുമ്പോൾ റോങ് സൈഡിൽ കൂടെ കയറിയാലേ വളവ് ഒടുക്കി കിട്ടുള്ളൂ. മനസ്സിലായോ? പിണറായി കേരള യാത്ര നടത്തിയ ബസ്സാണ്. ഇതന്നെ ബസ് ഉറപ്പല്ലേ? ഷുവറല്ലേ? മാറ്റത്തില്ലല്ലോ. ആ ബസ് തന്നെ തോന്നുന്നത് അല്ലേ? ആണോ? അപ്പൊ അതിന്റെയാണോ? ആ ബസ് തന്നെയാണോ? ആ ബസ് തന്നെയാണോ മുഖ്യമന്ത്രി യാത്ര നടത്തിയ? തോന്നുന്നുള്ളൂ കേട്ടോ. അവർക്കൊക്കെ ആദ്യം കാണാൻ അറിഞ്ഞു. ഇപ്പൊ വീഡിയോ ഉണ്ടാക്കുമ്പോ തോന്നുന്നുള്ളൂ എന്ന് അറിയും. വയനാട് ചുരത്തിന് മുകളിലെത്തി. ഇത് ആനന്ദ് ഭവനോ ഫിൽട്ടണോ? ഫിൽട്ടൺ ഹൈ റിച്ച് ആണ്. ഹൈ റിച്ച് ആണ്. വേറെ നോക്കാം, ചോദിച്ചോക്കാം. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് പൂക്കോട് ലേക്കിലാട്ടോ. പൂക്കോട് ലേക്കിൽ ഈ ലേക്കിൻ്റെ സൈഡിലൂടെയുള്ള ഈ നടപ്പാതയിലൂടെ പോകാൻ നല്ല രസമാട്ടോ. നല്ല കാറ്റ്, നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ലേക്കിൽ അതുപോലെ ഒരു റോസ് പൂവ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ചണ്ടി പറഞ്ഞ സാധനത്തിന് വേസ്റ്റിൽ നിന്ന് വരുന്നതാണ്. റോസ് പൂവായിട്ട് മനോഹരമായിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ നല്ല ഭംഗിയുണ്ട്. ആ തലക്കൊക്കെ റോസ് കളറിൽ അതിൻ്റെ പ്രതിഭാസമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. പ്രതിഭാസമല്ല, ആ പൂവന്നെ. വീഡിയോയിൽ കാണുന്നുണ്ടോ? കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ഭാഗങ്ങളിലൊന്നും ബോട്ട് വരാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ ഉച്ച സമയത്തുകൊണ്ട് വല്ലാതില്ല. രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കാണാം കേട്ടോ. അങ്ങനെ പൂക്കോട്ടിലേക്ക് കണ്ടു കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് കഴിച്ചിട്ട് നേരെ റിസോർട്ട് ചെക്ക് ഇൻ ചെയ്തിട്ടോ. ഇനി റിസോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതിന് കുറച്ച് ചിങ്ങെടുക്ക്. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത റിസോർട്ട്. ഇവിടെയാണ് നമ്മൾ റെസ്റ്റോറൻറ്റ് വരുന്നത് കേട്ടോ. ഇവിടെ ബഗ്ഗിയിൽ വേണം നമുക്ക് റൂമിലോട്ട് പോകാൻ. ഒരുപാട് നടക്കാണ്ട്. അപ്പോൾ എന്താ
അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. റിസോർട്ടിൻ്റെ ആംബിയൻസ് ആട്ടെ ഏറ്റവും അടിപൊളി. ഒരു ഓല മേഞ്ഞ മോഡലുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിങ് ഇട്ടിട്ടുള്ള റൂഫിംഗ് ആണ്. അതാണ് ഒന്നാമത് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓരോ വില്ലകളായിട്ടാണ് റൂം സെറ്റായിട്ടുള്ളത്. റോയലി അങ്ങനെ ഓരോ പേരുള്ള ഓരോ വില്ലകളാണ്. ഇവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെയാണ് ഇതിൽ കളിക്കുന്ന മെയിൻ ആൾക്കാർ. ആരെയും ഗോൾ അടിച്ചോ? ഇന്നെ കളിക്കാൻ കിട്ടോ? ഇന്നെ കളിക്കാൻ കിട്ടോ? ഇന്നെ കളിക്കാൻ കിട്ടോ? ഞപ്പര ഇന്നെ ലഫ്രേ കൂട്ടോ? സ്വിമ്മിംഗ് പൂൾ ഇവിടെ വരുന്നത് കേട്ടോ. ഇവിടെ തന്നെയാണ് കിഡ്സ് പാർക്കും വരുന്നത്. പൂളാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് കേട്ടോ. മനോഹരമായ പൂളാണ്. ഇൻഫിനിറ്റി പൂളാട്ടോ. റിസോർട്ടിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ സ്വിമ്മിംഗ് പൂളാട്ടോ. ഇത് ഇൻഫിനിറ്റി പൂളായിട്ട് തന്നെ വരുന്നത്. മനോഹരമായൊരു പൂള്. ഗസ്റ്റിൻ്റെ ഗാദറിങ് നടക്കുന്നുണ്ട് ഇവിടെ. അപ്പം റൂമിൻ്റെ ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ലിവിങ് ഏരിയ ഉണ്ട്. ഒരു ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കോഫി മേക്കർ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു അലമാരുണ്ട്. ഇത് ഒരു ബാത്ത് ടബ് വരുന്നത്. റൂമിൽ തന്നെ ഒരു ബാത്ത് ടബ് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഇതാണ് നമ്മളെ ബെഡ് വരുന്നത് കേട്ടോ. ഇതാണ് ബെഡ് വരുന്നത്. ഒരു അടിപൊളി ടോയ്ലറ്റ്. ഇതാണ് ഇതിൻ്റെ ബാൽക്കണി കേട്ടോ. റൂമിൻ്റെ ബാൽക്കണി ഇതാണ്. മെയിൻ എൻട്രൻസ്. ഇവിടെയാണ് റിസപ്ഷൻ വരുന്നത് കേട്ടോ. റൂംസൊക്കെ മുകളിലോട്ടാണ് വരുന്നത്. നമ്മളേതായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, രാവിലെയാണ് സമയം കേട്ടോ. ഇതാണ് റിസപ്ഷൻ വരുന്നത്.
ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് ചെയ്യുന്നുണ്ടാണ് ഫുഡ് കഴിക്കണം കേട്ടോ. റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കുന്ന ഏരിയ അടിപൊളിയാണ്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങനെയുണ്ട് ഫുഡ്? കുഴപ്പമില്ല. അടിപൊളി ഉണ്ടോ? അത്രക്ക് അടിപൊളിയൊന്നുമില്ല. അപ്പോൾ ഒന്ന് മേടിക്കണം എന്നുണ്ടാവൂലേ? റോബർട്ട്സ് അല്ല, തത്തേന്. അപ്പോൾ ബൈ ബൈ. ഓക്കെ. ടാക്സിറ്റായിട്ട് റിട്ടേൺ ബസ്സിൻ്റെ അടുത്തേക്ക് പോവാണ്. നിങ്ങളെ പേരെന്താ? ഫൈസൽ. ഫൈസൽഖാൻ്റെ കൂടെ പോകണം കേട്ടോ. റിസോർട്ടിൽ നിന്ന് പോണ റൂട്ടാട്ടോ. നല്ല തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോണത്. ആ മല, അടിപൊളി മല കണ്ടിട്ടോ. രണ്ട് സൈഡിലും തേയിലത്തോട്ടം. ഫോട്ടോ എടുക്കണം. ചിലകൂടെ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ്. വേലിയൊന്നും കിട്ടിയിട്ടില്ല, ഇറങ്ങി ഫോട്ടോ എടുക്കാം. അങ്ങനെ നമ്മൾ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. മസാല കോഫിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ നായകൾക്ക് നമ്മളെ വണ്ടറുള്ളിൽ അടിയിൽ നല്ല തണലായതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എല്ലാം റെസ്റ്റ് എടുക്കും. ലഗേജൊക്കെ കയറ്റണം. എന്നിട്ട് ഉച്ചക്കത്തെ ഫുഡ്, പിന്നെ ഏതെങ്കിലും ടൂറിസ്റ്റ് പ്ലേസ്, പിന്നെ നേരെ നാട്ടിലേക്ക്. ഹലോ ഗായ്സ്, നമ്മൾ എവിടെക്കാ പോണേ? കാരാപ്പുഴ. ബാബു വൈറ്റ് വൈറ്റ് ഉണ്ട്. വൈറ്റും വൈറ്റില്ലേ? ബ്ലൂ ആൻഡ് വൈറ്റ് ഉണ്ടല്ലേ? ഫുള്ള് ഫ്രീക്ക് ആയിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. ഫുഡിന് ഇനി ഹോട്ടൽ കണ്ടെത്തണം. ഹോട്ടൽ സെർച്ചിങ്ങിലാണ്. ലഞ്ചിന് നമ്മൾ ഹോട്ടൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല. ബുക്ക് ചെയ്യാതെ സെർച്ച് ചെയ്തിട്ട് കുഴപ്പമില്ലാത്ത റെസ്റ്റോറൻറ്റ് ഫുഡ്. ഉച്ചക്കുള്ള ഫുഡ് കഴിച്ചത് ഇവിടെ നോക്കാം. ഹോട്ടൽ പാരഡൈസ് കൽപ്പറ്റ ഉണ്ട്. ഇവിടെ ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു പർച്ചേസിങ്ങുള്ള ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഒരു സ്പേസ് ഷോപ്പ് ഉണ്ട് ഇവിടെ. പാരഡൈസിൻ്റെ ആളെങ്ങനെ വിളിക്കുന്നു, ആൾക്കാരങ്ങനെ വിളിക്കുന്നു, എല്ലാവരും ക്ഷണിക്കുന്നു. ഫുഡൊക്കെ കുഴപ്പമില്ലാത്ത നല്ല ഫുഡാണ്. നേരെ കാരാപ്പുഴ ഡാമൊക്കെ പോകട്ടോ. നമ്മളിങ്ങനെ കാരാപ്പുഴ ഡാം പോണ വഴിക്ക് ഇവിടെ ടൂറിസ്റ്റ് ബസ് ഇങ്ങനെ എന്താ അറിയില്ല അല്ലേ. ഇത് വിസ്മയ. നല്ലൊരു ക്രിസ്ത്യൻ പള്ളി ഉണ്ട് അവിടെ. അടിപൊളി നല്ല പാർക്കിങ്ങൊക്കെ ഉള്ള ക്രിസ്ത്യൻ പള്ളിയാണ്. അടിപൊളി ക്രിസ്ത്യൻ പള്ളിയില്ല. അങ്ങനെ കാരാപ്പുഴ ഡാമിലെത്തിയിട്ടുണ്ട്. അപ്പൊ അയച്ചിരിക്കുന്നു. അഞ്ചലിൽ നിന്നും കാരാപ്പുഴ ഡാമിലുള്ള ഫ്ലൈയിങ് സിനിമാസിലൊന്ന് കയറട്ടെ കേട്ടോ. എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് നോക്കട്ടെ. നമ്മുടെ ഗസ്റ്റ് ഉണ്ട് കൂടുതൽ കൂടെ. റെസ്റ്റോറൻറ്റിൻ്റെ അടുത്താട്ടോ. ഫ്ലൈയിങ് സിനിമ കാണാൻ വേണ്ടി കയറിയതാട്ടോ. Well, you're about to find out. I've seen a dinosaur.
അടിപൊളി കേട്ടോ. കുട്ടികളായിട്ടൊന്ന് കാരപ്പ ഡാമുക്കൊന്ന് മുതലാവും. ആക്ടിവിറ്റീസുകൾ കുറേ ഉണ്ട്. അപ്പോൾ ട്രിപ്പിൻ്റെ അവസാനത്തെ ലൊക്കേഷനായ ഹണി മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഹണി മ്യൂസിയം വയനാട് നമ്മൾ ലക്കിടിയിലാണ് വരുന്നത് കേട്ടോ. ലക്കിടി എത്തണ്ട, ഓൾഡ് വൈത്തിരി. ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ ചെറിയൊരു പാർക്ക് വരുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാൻ ചെറിയ പാർക്ക് വരുന്നുണ്ട്. പിന്നെ ഹണിയൊക്കെ നമുക്ക് ടേസ്റ്റ് ഒക്കെ ഉള്ളിൽ കയറിയാൽ. അപ്പോൾ അങ്ങനെ ഹണി മ്യൂസിയം കണ്ടുകൊണ്ട് ഞങ്ങൾ തിരിച്ചറിഞ്ഞാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചാണ്. അപ്പോൾ അടുത്ത വീഡിയോ